പുറകുവശത്തു നിന്ന് വലിയൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ ഈ ടാർപ്പായ എന്താ ഇതിൻ്റെ മുകളിലാണ് കെട്ടിയിരുന്നത്. അത് വെള്ളം നിറഞ്ഞ് പൊട്ടി താഴെ വീണു. ഇനി എനിക്ക് ഈ മുറ്റത്ത് ഒരു പണിയെടുക്കാനും പറ്റില്ല. ഞാൻ വിചാരിച്ച് വന്നപ്പോഴേ വല്ല മരം വീണോ, കാരണം ഇവിടെ നല്ല വെളിച്ചം, അതുകൊണ്ടോ നല്ല വെളിച്ചം. ഇതെന്താ സംഭവിച്ചെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. പിന്നെ നോക്കുമ്പോഴാണ് ഷീറ്റ് വീണ് മടങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ്ട്. കണ്ടോ? അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? മോൻ കിടന്നുറങ്ങുക. അവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മുറ്റത്തേക്കൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ ടിപ്പു ഇതാ ആ ടിപ്പുവിൻ്റെ കൂടിൻ്റെ താഴെ പരിസരം ഭയങ്കര വൃത്തികേട. കാരണം ഇതുണ്ടോ, റബ്ബർ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് കിടക്കുക. പിന്നെ ഇതാ ഭാഗം ആ മൂല പിന്തിടിഞ്ഞ് വരും. ആ മൂല കെട്ടിപ്പൊക്കിയിട്ട് വേണം നമുക്കിനി ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് അവനൊന്ന് സേഫായിട്ട് ഇരുത്താനായിട്ട്. അവിടെ കെട്ടണമെങ്കിൽ നല്ലൊരു ചിലവുണ്ട്. അതെങ്ങനെ അവിടെ ഇടിഞ്ഞു പോയെന്നറിയില്ല. ആ ആത്ത നിൽക്കുന്നത്, ആത്തയുടെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ മൂല വരുന്നത്. അവിടെ ഇടിഞ്ഞ് താഴേക്ക് കിടക്കുക. അത് കെട്ടി ഉയർത്തി വേണം ഇവിടെ ഫില്ല് ചെയ്ത് അവന് നല്ല, ഇപ്പം അവന് നനയൊന്നുമില്ല, അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുക. മഴയൊന്നും അവൻ അറിയുന്നതേ ഇല്ല. ടിപ്പു കുഞ്ഞെ, ഇതാ ടിപ്പു ഔ, ഉറക്കത്തിൽ നിന്ന് തല പൊക്കി നോക്കണം. ഇന്ന് അലക്കാനുള്ള തുണികളാണ് ആ കിടക്കുന്നത്. എങ്ങനെ ഞാൻ മഴയത്തിറങ്ങി നടക്കും? അലക്കും. എൻ്റെ അലക്കൽ ഇതാ ഞാൻ തന്നെ ഉണ്ടാക്കിയ കല്ലാണ് കാണുന്നുണ്ടോ? അലക്കൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതല്ല ശരിയായ അലക്കല്. ആ മൂല കെട്ടി ശരിയാക്കിയിട്ട് അവിടെ വേണം അലക്കല് വയ്ക്കാനായിട്ട്, ആ മൂലയിലേക്ക്. തൽക്കാലം ഞാൻ ചെയ്ത പണിയാണ് എൻ്റെ ഈ അലക്കൽ. കണ്ടോ? ആണും തൂണും ഇല്ലാത്തവർക്ക് വിചാരിക്കുന്ന സമയത്തൊന്നും കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. എൻ്റെ തുണിയലക്ക് മഴ ശക്തി പ്രാപിക്കുക. നല്ല മഴയായിരുന്നു. ഉള്ളിലേക്ക് ഒന്നും അറിഞ്ഞില്ല. വാതിലടച്ചിട്ട് അകത്തായത് കാരണം അന്നേരമാണ് വലിയൊരു ശബ്ദം കേട്ടത്. മരം വീഴുവാണോ എന്ന് വിചാരിച്ചു. അവിടെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റണ്ട. അവിടെ ഒരു വലിയ മരമുണ്ട്. ഇരുപൂള് എന്നൊക്കെ പറയുന്നൊരു മരം. അതെപ്പോഴാണോ താഴെ പൂരിക. അതിൻ്റെ കമ്പ്, ഈ റബ്ബറിൻ്റെ കമ്പും അതിൻ്റെ കമ്പിറക്കാനൊക്കെ അവരുടെ ആ സ്ഥലത്തിൻ്റെ ഓണറോട് പറഞ്ഞിട്ടുള്ളതാണ്. ചെയ്തില്ല ഇതുവരെ. ചെയ്തു വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ ശരി, ആങ്ങളനെ വിളിച്ചിട്ട് ഇത് മോളിൽ കയറ്റി ടാർപ്പായി കെട്ടിക്കണം.